ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക്. മീ ആൻഡ് ഷൂപ്പം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് ട്രിപ്പിലാണ് കേട്ടോ ഗേയ്സ്. അപ്പം നിങ്ങൾക്ക് കാണാം, അപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ ഗേയ്സ്. ഇവിടെ നമ്മൾ ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഗേയ്സ്, നമ്മൾ പുത്തനായിട്ട് ഇറക്കിയ പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല മറ്റേ ബസ് മഞ്ചത്തിയുടെയാണ്. അപ്പോൾ വണ്ടി ഒരു ചെറിയ പണിയിലാണ് കേട്ടോ ഗേയ്സ്. അപ്പം നമുക്ക് ടീമിനെ കാത്തിക്കുന്നുണ്ടെന്ന് ഫോർമാൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടി എടുത്ത് ഷെഡിക്കിടാം. ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു കേസ്. സ്റ്റാൻഡിലേക്ക് വിട്ട് ടീമിനായി കയറ്റി പോകണം കേസ്. ഇനി വളച്ചെടുക്കാനാണ് ഇപ്പം കേസ്. അപ്പോൾ കേസ് ആയിരുന്നു നേരെ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഈ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടോ കേസ്. നമ്മുടെ ടീമാണ് കാത്തിക്കേണ്ടതാണ് കേസ്. എല്ലാവരും ബസ്സോടെ കയറ്റി നിർത്തിയേക്കാം. ആൾക്കാരൊക്കെ കയറുന്നുണ്ട് കേസ്. നമ്മളിനി ഒരു മിനിറ്റ് മാത്രമേ അവിടെ വെയിറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ബസ് എടുത്ത് പോട്ട് കേസ്. അപ്പോൾ കേസ് അങ്ങനെ അവർ കയറിയിട്ടുണ്ട്. അവർ നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേസ്. അപ്പം എല്ലാവർക്കും കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മുക്കം സ്റ്റാൻഡിലാണ്. അപ്പോൾ മുക്കം സ്റ്റാൻഡ് അറിയുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്തിട്ട് കേസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടി എടുക്കാം. നമ്മൾ കുറച്ച് നേരമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേസ്. അപ്പോൾ നമുക്ക് ഇനി നേരെ വണ്ടി എടുക്കാം. ഇനി ആരുണ്ട് കേട്ടോ കേസ് കയറാൻ. അപ്പം നമുക്ക് നേരെ മാവൂരാണ് കേട്ടോ നമുക്ക് നോട്ടമുള്ളൂ. അപ്പം പിന്നെ മാവൂരെന്ന് വേറെ ആരെങ്കിലുമൊക്കെ എടുത്തോളൂ. നമ്മൾ അൻഷോളിഡേസിന് മാവൂര് വരുള്ളൂ കേസ്. കോഴിക്കോടേക്ക് ലോട്ടല്ല കേസ്. ബ്ലോക്കാണല്ലോ, ഈ റോങ് എടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേസ്. ബ്ലോക്കാണ് കേസ്. റോങ് എടുക്കാം. അപ്പോൾ കേസ് ഇങ്ങനെ ബ്ലോക്കുന്ന ഷോട്ട് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി വിടുകയാണ് കേസ്. ഞാൻ ഇവിടെ ഒന്നും എടുത്തില്ല. ഇവിടെ ഒന്നും അധികം സ്റ്റോപ്പില്ലാത്തതാണ് കേസ്. അപ്പോൾ നമുക്ക് നേരെ വിടാണ്. ഹൈവേയാണ് കേസ് അത്യാവശ്യം. അപ്പം ആൾക്കാർ കയറാൻ വേണ്ടി നിർത്തിയെടുത്താണ് കേസ്. അപ്പം ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടാം കേസ്. അപ്പം നമ്മളവിടെ എത്തുമ്പോഴത്തേന് നൈറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട് കേസ്. അപ്പോൾ അവർ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് വിടാം കേസ്. അപ്പം നമ്മൾ ഏതാണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ എത്താനായിട്ടുണ്ട് കേസ്. അപ്പോൾ കേസ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഏരിയയൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അധികം ലെങ്ത്തില്ല കേസ്. ചെറിയ ആക്സിഡൻ്റാണ്, അതൊന്നും പ്രശ്നമില്ലാത്തതാണ്. ഇപ്പോൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നേരെ വിടുകയാണ്. ഇപ്പോൾ കുളിമാട് കഴിഞ്ഞിട്ടുണ്ട് കേസ്. നമുക്ക് അതിലെങ്ങനെ കയറാം സ്റ്റെപ്പൊക്കെ.
അങ്ങനെ നമ്മൾ ഒടുവിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഷെട്ടിക്ക് വീട്ടിലേക്ക് പോകാനില്ലാന്നിട്ട് അങ്ങനെ ഗൈസ് രാവിലെ നമ്മൾ കോഴിക്കോട് കൂടിയും പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം ഇവിടെ നിൽക്കാൻ എന്തൊരു പ്രശ്നമായതുകൊണ്ട് ഗൈസ് നമ്മൾ കോഴിക്കോടേക്ക് പോയിരുന്നു. അപ്പം നമ്മൾ പ്രൈവറ്റ് ബസ് മുഞ്ചത്തിൻ്റെ പണി ഏകദേശമൊക്കെ ആവാനൊക്കെ കഴിഞ്ഞിട്ട് ഗൈസ്. നാളെ വണ്ടി ഓടും. അപ്പം നമുക്ക് ഷെഡ് കൊണ്ടിട്ടിട്ട് കാണിച്ചു തരാം ഗൈസ് വണ്ടി. ഗൈസ് ആദ്യം നമുക്ക് വീട്ടിൽ പോകാൻ വിചാരിച്ച് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം ഗൈസ്. കാരണം അത്യാവശ്യം ടയർഡാണ് ഗൈസ്. നമുക്ക് നല്ല ബസ് ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്ത് ഗൈസ്. ഗൈസ് കാരണം വണ്ടിയൊക്കെ ആകെ പോയിരുന്നു. അപ്പോൾ ഷെഡ് പോയിട്ട് നന്നാക്കണം ഗൈസ്. നമ്മളെ മെക്കാനിക് ഉണ്ട്. അപ്പം ബ്രോ നന്നാക്കിയിട്ട് നമ്മൾ വീട്ടിൽ പോയി ടയർഡൊക്കെ നിർത്താത്തതാണ് ഗൈസ് നമ്മളെ പുതിയ വീട്. അപ്പോൾ വീടിൻ്റെ പണിയായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നിട്ട് ഗൈസ്. പിന്നെ ഇത് നമ്മളൊരു ചെറിയൊരു ഫിറ്റ് വീടാണ് ഗൈസ്. അങ്ങനെ എന്തെങ്കിലും ബസ്സിൻ്റെ ആയിട്ട് കയറി എന്തെങ്കിലും വന്നാൽ അങ്ങോട്ട് കയറി പോകുന്നുള്ളൂ ഗൈസ്. അപ്പോൾ വീട്ടിൽ കയറി നമ്മൾ ഫ്രഷ് ആയിട്ട് ഗരേജ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെഡ് പോയപ്പോൾ വണ്ടി എന്തോ ഒരു ഇതിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഫ്രണ്ട്. അപ്പം നമ്മൾ പുത്തൻ വണ്ടി എടുത്താണ് ഗൈസ്. നമ്മൾ പുത്തൻ പ്രൈവറ്റ് ബസ് വണ്ടി നമ്മൾ പണിത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ വണ്ടി. അവിടെ കിടന്ന് നിന്നാണ് ഗൈസ്. നമ്മളെ കൊളക്കടൻ്റെ മൂടാണ്. അപ്പം ഇത് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ഞാൻ അപ്പം അയച്ചിരുന്നായിരിക്കും. പിന്നെ ഇതൊരു കിടിലൻ മോഡാണ് കേട്ടോ ഗൈസ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇഷ്ടമാവാത്തൊരു വണ്ടിയിൽ നിന്ന് ഡിസ്ലൈക്ക് അടിച്ചാൽ മതി ഗൈസ്. അപ്പം അതിൻ്റെ മോഡ് വേണ്ടവർ പ്ലീസ് കമൻറ്റ്. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഇവിടെ എന്തോ ബ്ലോക്ക് ആയാലും ഗൈസ്. തന്നെയാണ് മെയിൻ പരിപാടി. ഫുൾ ബ്ലോക്ക് തന്നെയാണ് ഗൈസ്. ഇതാണ് കേട്ടോ ഗൈസ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ. അത്യാവശ്യം നല്ല വർക്കുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലീസൊക്കെ വണ്ടിയിലുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി ഷെഡ്ക്ക് കയറ്റിയാണ് കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ ഗൈസ് നമ്മളെ ഷെഡ്. അപ്പം പുത്ത വണ്ടി പുത്ത ഷെഡ്. മറ്റേ വീട് എന്താണെന്ന് ചോദിച്ചാൽ അത് വേറെ എന്തല്ല കേട്ടോ ഗൈസ്. വെറുതെ ഒരു വൈപ്പിന് ഇട്ട വീടായിരുന്നു. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ വീടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ വീട്ടിലേക്ക് വർക്കിന് പോയപ്പോൾ നല്ല ഇതിലേക്ക് മാറിയാണ് ഗൈസ്. മറ്റേ വീട് വിറ്റേക്കാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ വണ്ടി വരെ ചെന്നിട്ടാണ് കേട്ടോ ഗൈസ് നമ്മളെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഏരിയ. അപ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ 2 ബസ്സും കൂടെ സ്മൂത്തായിട്ട് തന്നെ കൊള്ളും. അപ്പം നമ്മളെ ഈ ഒരു വണ്ടി കിട്ടില്ല ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഈ ഒരു ഷെഡിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ബാക്കി ടൂറിസ്റ്റ് ബസ്സൊക്കെ വരാൻ പോകണേ. അപ്പോൾ നമ്മൾ ചേസൊക്കെ ഇറക്കിയിട്ട് വരുന്നത് മറ്റന്നാളായിരിക്കും. അപ്പോൾ നാളെ ഇവനെ ഇറങ്ങുന്ന ദിവസം നാളെയാണ് ഗൈസ്. നാളെ ആയിരിക്കും ഇവനെ കൊണ്ട് നമ്മൾ ട്രിപ്പ് പോകാൻ പോണേ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ആൻഡ് സീ. അപ്പം നമുക്ക് നേരെ അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ അശോക് ലൈലാൻഡിൻ്റെ ചേസ് ഇവിടുന്ന് കാണാട്ട് ഗൈസ്. നമ്മൾ അശോക് ലൈലാൻഡിൻ്റെ ചേസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇത്രയുള്ള നമ്മളൊരു വീഡിയോ. അപ്പം അടുത്ത വീഡിയോ കാണാം. then ബൈ. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മളെ ചേസ് വരാൻ പോകണേ. അപ്പോൾ കളിയൊക്കെ മാറും ഗൈസ്. കിട്ടില്ലാനായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതായാലും ഡോർസൊക്കെ ഒന്ന് തുറന്ന് വെച്ചോക്കെ ഗൈസ്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ കാണിച്ചു തരാം ഗൈസ് വണ്ടിയുടെ. എന്നിട്ട് ഗൈസ് നമ്മൾ ഇൻറ്റീരിയറിങ്. അപ്പം നമുക്ക് നേരെ എല്ലാം പോയി നോക്കട്ടെ ഗൈസ്. ഇതൊക്കെ ഉണ്ട് ആൾക്കാർ. അത്യാവശ്യം ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം അത്യാവശ്യം വൈപ്പില്ല ഏരിയക്കാണ്. അപ്പം നമ്മളങ്ങനെ നല്ല ഇൻറ്റീരിയറിങ് ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് കാണിക്കാനായിട്ട് ഗൈസ്. ഇതാണ് ഗൈസ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിങ്. അപ്പം എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ നോക്കട്ടെ ഗൈസ്. മുഞ്ചത്തിന്ന് തന്നെയാണ് ഗൈസ്. നമ്മൾ ആ പഴയ വണ്ടിയുടെ പേര് തന്നെയാണ് കൊടുത്തത്. പിന്നെ ഒരു വെൽക്കമും ഒരു ഫേസ്ബുക്കും വാട്സപ്പും അവിടെ കൊടുത്തുന്നുള്ളൂ ഗൈസ്. പിന്നെ നമ്മളെ KL10P 18/9/20 എന്ന നമ്പർ പ്ലേറ്റിലാണ് ഗൈസ് നമ്മളെ വണ്ടി ഇറങ്ങിയത്. നമ്മളെ കയ്യിലെ എല്ലാ വണ്ടികളും ഒരു നമ്പർ പ്ലേറ്റിലാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി ഇവിടെ കിടക്കും. പഠിച്ചിട്ട് കാണാം.